സെവൻത് സെമസ്റ്റർ ഓൺലൈൻ ട്യൂഷന്റെ ഫസ്റ്റ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ സെവൻത് സെമസ്റ്ററിന്റെ ഓൺലൈൻ ട്യൂഷന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഞാൻ എടുത്തിരുന്നു. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകണം. കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം കാണുക. കാരണം നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലാണ് നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിനെ കുറിച്ചും എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നും എത്ര പേപ്പേഴ്സ് എക്സാമിനുണ്ടെന്നുള്ള അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കണ്ടു തുടങ്ങാം. ഇന്ന് നമ്മൾ ആദ്യ ദിവസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ 3 പേപ്പറുകളിൽ ഒന്നായ നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ നഴ്സിംഗ് റിസർച്ചിൻ്റെ യൂണിറ്റ് 1 ആണ്. ഓക്കെ, മറ്റ് 2 സബ്ജക്ട്സുകളുണ്ട് നമുക്ക്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 2 ഉണ്ട്, പിന്നെ മറ്റൊന്ന് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്റട്രിക്കൽ നഴ്സിംഗ് 1 and 2 അടുത്തൊരു പേപ്പർ ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നഴ്സിംഗ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ടോട്ടലി നമുക്ക് 8 യൂണിറ്റുകളാണ് നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് പഠിക്കാനുള്ളത്. അതായത് അതിൽ 1 യൂണിറ്റ് സ്റ്റാറ്റിസ്റ്റിക്സും ബാക്കി 7 യൂണിറ്റുകൾ നഴ്സിംഗ് റിസർച്ചുമാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ചിലുള്ളതല്ലേ? ആണ്. കാരണം റിസർച്ചിൻ്റെ ഒരു ഫൈനൽ സ്റ്റെപ്പിന് മുന്നേ ഉള്ള സ്റ്റെപ്പാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആവശ്യകത വരുന്നത്. സോ ദാറ്റ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ നഴ്സിംഗ് റിസർച്ച്. പക്ഷേ നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്. എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നതിന് മുന്നേ നഴ്സിംഗ് റിസർച്ചിൻ്റെ മറ്റു സ്റ്റെപ്സുകളെല്ലാം നമ്മൾ പഠിച്ച് തീർത്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റത്തുള്ളൂ. പൊതുവെ കുട്ടികളുടെ ഒരു അഭിപ്രായമാണ് നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇച്ചിരി പാടാണ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ടെൻഷൻ ആകണ്ട, ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് നഴ്സിംഗ് റിസർച്ച് പഠിപ്പിച്ചു തരും. അപ്പോൾ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാതെ, അത് ഓടിച്ചിട്ട് പോകാതെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു സബ്ജക്റ്റാണ് നഴ്സിംഗ് റിസർച്ച്. സോ അതിൻ്റെ ബേസിക്കിൽ തുടങ്ങി ഓരോ സ്റ്റെപ്സും ഡീറ്റെയിൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഈസി ആകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരിക്കലും ഇത് ഈസി അല്ല, നിങ്ങൾക്ക് ടഫായിരിക്കും. നിങ്ങൾ ഇടയ്ക്കുന്നുള്ള ചാപ്റ്റേഴ്സ് വായിച്ച് പഠിച്ചാൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ഞാൻ പഠിപ്പിക്കുന്ന അതേ ഓർഡറിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങൾ സ്ലോലി മനസ്സിലാക്കി പഠിച്ചു പോയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചെടുക്കാൻ പറ്റും. അത് ഞാൻ ഉറപ്പ് തരികയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഞാനത് എടുത്തു തരുന്നതായിരിക്കും. സോ ഫസ്റ്റ് യൂണിറ്റ് റിസർച്ച് ആൻഡ് റിസർച്ച് പ്രോസസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം കൊണ്ട് ഈ ഒരു യൂണിറ്റ് പഠിപ്പിച്ച് തീരത്തില്ല. ഇച്ചിരി വലിയൊരു യൂണിറ്റ് ആണ്. അതും കുറച്ച് സമയം എടുത്ത് തന്നെ നമുക്കിത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് കുറച്ച് ടോപ്പിക്സ് ഇന്ന് പഠിക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ. ആദ്യം സിലബസ്. യൂണിറ്റ് 1 റിസർച്ച് ആൻഡ് റിസർച്ച് പ്രോസസ്സിന്റെ സിലബസ്. ആദ്യം എന്തൊക്കെയാ പറയുന്നത് ഇവിടെ? ഇൻട്രൊഡക്ഷൻ ആൻഡ് നീഡ് ഫോർ നഴ്സിംഗ് റിസർച്ച്. അതായത് നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് പഠിച്ചു, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് പഠിച്ചു, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് പഠിച്ചു. ഇതിനിടയിൽ എന്തിനാണ് റിസർച്ചിന്റെ ആവശ്യകത? എന്തിനു വേണ്ടിയിട്ടാണ് നഴ്സിംഗ് റിസർച്ച് ചെയ്യുന്നത്? എന്താണ് നഴ്സിംഗ് റിസർച്ച്? അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ ഡെഫിനിഷൻസ്. ഡെഫിനിഷൻ ഓഫ് റിസർച്ച്, definition of nursing research, steps of scientific method, characteristics of good research, steps of research process overview, evidence based practice. അതിന്റെ concept, meaning, purposes, steps of evidence based practice, process of evidence based practice and barriers of evidence based പ്രാക്ടീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എക്സാമിന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് സെലക്റ്റീവായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടും ഉണ്ട്. എന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആകണ്ട, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തു തരും. അതിനുശേഷം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അതേ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടും നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് രണ്ടും വെച്ച് പഠിക്കുക. അതിനുശേഷം ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് അത്രയും മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇവിടെ സിലബസിൽ നിങ്ങൾക്ക് പറയുന്നത് ഈ ചാപ്റ്ററിൽ നിന്നും ഷോർട്ട് ആൻസറും ഒബ്ജക്റ്റീവ് ടൈപ്പും മാത്രമേ ചോദിക്കൂ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ഇത് നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങളുടെ എക്സാമിന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യനും, ഈവൻ 10 മാർക്കിൻ്റെ എസ്സേ പോലും ഈ ചാപ്റ്ററിൽ നിന്ന് വരാം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം, 2 മാർക്ക്, 1 മാർക്ക്. എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിച്ചു വരുന്നുണ്ട്. ഓക്കെ, 1 by 1 ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടെൻഷൻ ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളിത് പഠിച്ചു തീർക്കും. ഓക്കെ, അപ്പോൾ ഇനിയും കോഴ്സിന് ജോയിൻ ചെയ്യാത്തവരാരെങ്കിലും ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ, നിങ്ങൾ എപ്പോൾ ജോയിൻ ചെയ്താലും വളരെ ചെറിയൊരു ഫീസ് മാത്രമാണ് ഇതിനകത്ത് ഈടാക്കുന്നത്. ആ ഫീസ് നിങ്ങൾ കംപ്ലീറ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ
വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കും. കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സസും നോട്ട്സും അതുപോലെ MCQസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എക്സാമിന് ഫൈനൽ എക്സാമിന് നിങ്ങൾ നേരിടാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് തരികയും ചെയ്യും. കാരണം അത് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടെ ജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ല മാർക്കോട് കൂടെ പാസ്സാകാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ റിസർച്ച് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് ഏതാണ്? അതായത് പല ടെക്സ്റ്റ് ബുക്കുകൾ റിസർച്ചിന് വേണ്ടി ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സിലബസ് അനുസൃതമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല 2 ബുക്കുകളാണ്. ഒന്ന് സുരേഷ് കെ ശർമ്മ സാറിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, നമ്മുടെ നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കംപ്ലീറ്റ്ലി അതിനകത്തുണ്ട്. സോ നിങ്ങൾ ബുക്ക് വാങ്ങുകയാണെങ്കിൽ ആ ബുക്ക് വാങ്ങാം നിങ്ങൾക്ക്. പക്ഷേ നമ്മുടെ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് ബുക്കിൻ്റെ ആവശ്യമില്ല, കാരണം ആ ബുക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. സോ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ബുക്ക് അവിടെ കണ്ടുപോവുകയാണ്. അങ്ങനെ അതിലൂടെയുള്ള അതിൻ്റെ നോട്ട് തന്നെയാണ് ഞാൻ തരുകയും ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഒന്നുകൂടെ വേറൊരു ബുക്ക് കൂടെ റെഫർ ചെയ്യണം, നഴ്സിംഗ് റിസർച്ചിന് ഒരു ബുക്ക് കൂടെ റെഫർ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോളിറ്റ് ആൻഡ് ബെക്ക് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ബുക്കാണ്. എസെൻഷ്യൽസ് ഓഫ് നഴ്സിംഗ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. നല്ല ബുക്ക് തന്നെയാണ്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. യൂഷ്വലി അത് MSc പഠിക്കുന്ന കുട്ടികളാണ് അത് റെഫർ ചെയ്യുന്നത്. BScക്ക് നമുക്ക് ഈ സുരേഷ് കെ ശർമ്മ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ധാരാളമാണ്. സോ ഒന്നുകൂടെ ഫർദർ ഡീറ്റെയിൽസ് എന്തെങ്കിലും അസൈൻമെൻറ്റോ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പൊളിറ്റ് ആൻഡ് ബെക്കിൻ്റെ ബുക്ക് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് PDF ഒക്കെ അവൈലബിൾ ആയിരിക്കും ഫോണുകളിലൊക്കെ പല ഗ്രൂപ്പുകളിലൂടെയൊക്കെ. അതല്ലെങ്കിൽ അത് വാങ്ങാൻ പോകണ്ട, അതിൻ്റെ അത്രത്തോളം ആവശ്യം അതിന് ഇല്ല. വാങ്ങുകയാണെങ്കിൽ സുരേഷ് കെ ശർമ്മ സാറിൻ്റെ ബുക്ക് മാത്രം വാങ്ങുക. ഇതാണ് സുരേഷ് കെ ശർമ്മ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഇത് തൊട്ട് മുന്നേ ഉള്ള എഡിഷനാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് എഡിഷൻസ് ഒക്കെ അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് വാങ്ങാം. 4th എഡിഷനൊക്കെ അവൈലബിൾ ആണ്, അത് വേണമെങ്കിൽ വാങ്ങാം. ഏതായാലും കണ്ടന്റ് എല്ലാം സെയിം തന്നെയാണ്, പഴയ ബുക്ക് ആയാലും മതിയാവും. ഓക്കെ, കാരണം ഒരു മാറ്റങ്ങളും അവിടെ വന്നിട്ടില്ല. പുതിയതായിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ എഡിഷൻ അങ്ങനെ മാറ്റി വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞു പോവുകയല്ല, ഞാൻ ആദ്യമേ പറയുകയാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈവൻ ഏത് മൈന്യൂട്ടായിട്ടുള്ള പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ സെൻറ്റൻസ് നിങ്ങൾക്ക് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് പറഞ്ഞു തരും. കാരണം അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് റിസർച്ച് ഈസി ആകത്തുള്ളൂ. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. ഈ ഇൻട്രൊഡക്ഷൻ ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, കേട്ടിരുന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്തൊക്കെയാണോ എക്സാമിന് ചോദിക്കുന്നത് ഞാൻ പറയും, ആ സമയത്ത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്യാം. ഫസ്റ്റ്, നഴ്സിംഗ് ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആർട്സ്. എന്താണ് അതിൻ്റെ അർത്ഥം? നഴ്സിംഗ് എന്ന് പറയുന്നത് പണ്ടുകാലം മുതലേ ഉള്ള ഒരുപാട് പഴക്കമുള്ള ഒരു ആർട്സ് ആണ്. യെറ്റ് ഫൈൻഡ്സ് പ്ലേസ് among the youngest of profession. സ്റ്റിൽ, എന്നാൽ പോലും ഇന്ന് വരുന്ന ഓരോ പുതിയ പുതിയ പ്രൊഫഷൻസിൻ്റെ ഇടയിലും നഴ്സിംഗിന് പ്രാധാന്യം ഉണ്ട്. It is an evolving profession which needs a continuously growing and expanding body of knowledge which can be developed only through what? ഒരുപാട് പഴക്കമുള്ള നമ്മുടെ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ കാലം മുതൽ 1820-കൾ മുതൽ നഴ്സിംഗ് ഉണ്ടെങ്കിലും ഇന്നും നഴ്സിംഗിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ് പഴയതെല്ലാം അതിൻ്റെ പഴമയിലോട്ട് പോകാതെ ഇന്നും നഴ്സിംഗ് പുതുമയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ പുതിയ പ്രൊഫഷൻസിൻ്റെ ഇടയിൽ നല്ലൊരു സ്ഥാനം നഴ്സിംഗിനുള്ളത് എന്തുകൊണ്ടാണ്? കാരണം നഴ്സിംഗ് എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുന്നു, കണ്ടിന്യൂസ്ലി അത് ഗ്രോ ചെയ്യുന്നു. അതിൻ്റെ ബോഡി ഓഫ് നോളജ്, നമ്മുടെ കണ്ടന്റ്, ബോഡി ഓഫ് നോളജ്, അറിവ് എന്നും കൂടിക്കൊണ്ടേ ഇരിക്കുന്നു, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. എങ്ങനെയാണ് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത്? ത്രൂ റിസർച്ച്. വീണ്ടും വീണ്ടും പല കാര്യങ്ങളും പഠിക്കുന്നതിലൂടെ നമ്മുടെ ബോഡി ഓഫ് നോളജ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ കോഴ്സിൻ്റെ ബോഡി ഓഫ് നോളജ്, സിലബസ് എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ടാണ് നഴ്സിംഗിന് ഇന്നും അതിൻ്റെതായ സ്ഥാനവും അംഗീകാരവും ലഭിക്കുന്നത്. റിസർച്ച് ഈസ് വൺ ഓഫ് ദ ഫ്യൂ വേസ് ഓഫ് വിച്ച് നോളജ് ക്യാൻ ബി ജനറേറ്റഡ് ആൻഡ് ഡിസിപ്ലിൻ ക്യാൻ മെയിൻറ്റെയിൻ ഇറ്റ്സ് പ്രൊഫഷണൽ സ്റ്റാറ്റസ് ആൻഡ് ഗ്രോത്ത്. റിസർച്ച് എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരുപാട് വഴികളുണ്ട്. അതിൽ ഒരു വഴിയാണ്, എന്തിനു വേണ്ടിയിട്ടുള്ള വഴിയാണ്? നമ്മുടെ അറിവ് ജനറേറ്റ് ചെയ്യാനും അതിൻ്റെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ പ്രൊഫഷണൽ സ്റ്റാറ്റസും ഗ്രോത്തും ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന ഒരു വഴിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇപ്പം എന്താണ് ഞാൻ ഇവിടെ പറഞ്ഞത്?
പഴയ കാലം മുതലേ ഉണ്ടായിരുന്ന നഴ്സിംഗ് എന്ന പ്രൊഫഷൻ ഇന്നും ഈ കാലത്തിലും അതിൻ്റെതായ സ്ഥാനവും അംഗീകാരവും ലഭിക്കുന്നത് നമ്മുടെ അറിവ്, ബോഡി ഓഫ് നോളജ് കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്യുന്നതുകൊണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നതും കൊണ്ടാണ്. അത് സാധ്യമാകുന്നത് കണ്ടിന്യൂസ്ലി നമ്മുടെ നഴ്സിംഗ് ഫീൽഡിൽ റിസർച്ച് നടക്കുന്നത് കൊണ്ടാണ്. റിസർച്ച് നടക്കുന്നു, അതിലൂടെ പുതിയ പുതിയ അറിവുകൾ ജനറേറ്റ് ചെയ്യുന്നു, നമ്മുടെ പ്രൊഫഷൻ്റെ ഗ്രോത്തും സ്റ്റാറ്റസും അതിൻ്റെ ഡിസിപ്ലിനും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. മോറോവർ, research provides a solid foundation on which nurses can develop and refine their professional knowledge and practices. ഇത് മാത്രമല്ല, റിസർച്ച് മറ്റെന്തിനു സഹായിക്കുന്നു? നമ്മുടെ ബേസ്, നമ്മുടെ ആ ഒരു അടിസ്ഥാനം, നഴ്സസിൻ്റെ അടിസ്ഥാനം ഡെവലപ്പ് ചെയ്യാനും അത് കൂടുതൽ പുതുമയിലോട്ട് കൊണ്ടുവരാനും റിഫൈൻ ചെയ്യാനും അവരുടെ പ്രൊഫഷണൽ നോളജും പ്രാക്ടീസസും ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുകയും ചെയ്യുന്നു. വിത്തൗട്ട് ന്യൂ നോളജ്, നഴ്സിംഗ് കൻ നോട്ട് ഇംപ്രൂവ് ടെക്നിക്സ് ഫോർ ന്യൂവർ ആൻഡ് ലേറ്റസ്റ്റ് തെറാപ്പീസ് സച്ച് ആസ് ഇൻഫൻറ്റ് കെയർ, പെയിൻ മാനേജ്മെൻറ്റ്, ഗ്രീഫ് കൗൺസിലിംഗ്, ക്ലയൻറ്റ് എഡ്യൂക്കേഷൻ ഓർ മെനി മോർ സച്ച് ഇൻ്റർവെൻഷൻസ്. പണ്ട് നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൂണ്ട് ക്ലീൻ ചെയ്യുക, ഡ്രസ്സിങ് ചെയ്യുക, ഇഞ്ചക്ഷൻ കൊടുക്കുക, ടാബ്ലറ്റ് കൊടുക്കുക എന്നുള്ളതിൽ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് നഴ്സിംഗ് ഒരുപാട് വളർന്നിരിക്കുന്നു. കാലം വളരുന്നതിനനുസരിച്ച്, ടെക്നിക്സുകൾ ഉണ്ടാകുന്നതിനനുസരിച്ച്, പുതിയ ടെക്നോളജീസ് വരുന്നതിനനുസരിച്ച് നമ്മുടെ നഴ്സിംഗും വളർന്നു. അതിനനുസരിച്ച് നമ്മുടെ പുതിയ പുതിയ ഇൻഫൻറ്റ് കെയർ ടെക്നിക്സ് വന്നു, പെയിൻ മാനേജ്മെൻറ്റ് പുതിയ ടെക്നിക്സ് വന്നു, ഗ്രീഫ് കൗൺസിലിംഗ് വന്നു, ക്ലയൻറ്റ് എഡ്യൂക്കേഷൻസിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ ഒരുപാട് ഇൻ്റർവെൻഷൻസ് പുതുതായി നഴ്സിംഗിൽ വന്നു. ഇതെല്ലാം എന്തിലൂടെയാണ് സാധ്യമായത്? ഒരു ദിവസം പെട്ടെന്ന് ഇൻഫൻറ്റ് കെയർ വന്നതാണോ? ഇല്ല. ത്രൂ റിസർച്ച് വി പ്രൂവ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ നഴ്സിംഗ് കെയർ. റിസർച്ചുകൾ ചെയ്തു, പല റിസർച്ചുകളും ഫെയിലായി, വീണ്ടും വീണ്ടും പുതിയ പുതിയ റിസർച്ചുകൾ ചെയ്തു. ദെൻ അറ്റ് ലാസ്റ്റ് വി ഫൈനലൈസ്ഡ് ദിസ് ഈസ് ദ തിങ് ഇറ്റ് ഈസ് നീഡഡ് ഫോർ ദ നഴ്സിംഗ് കെയർ. നഴ്സിംഗിൽ ഇത് ആവശ്യമാണ് എന്ന് നമ്മളവിടെ ഫൈനലൈസ് ചെയ്തു. അങ്ങനെ ഒരുപാട് പുതിയ ഇൻ്റർവെൻഷൻസ് നഴ്സിംഗിൽ വന്നു. ഇനി നമുക്ക് റിസർച്ചിനെ കുറിച്ച് നോക്കാം. റിസർച്ച് എന്താണ്? റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് എൻക്വയറി ദാറ്റ് യൂസസ് ഡിസിപ്ലിൻഡ് മെത്തേഡ്സ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് ഓർ സോൾവ് പ്രോബ്ലംസ്. റിസർച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്യുന്നതല്ല. ഒരു കൃത്യമായിട്ടുള്ള ഓർഡറിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കാര്യം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ പല പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ പല ക്വസ്റ്റ്യൻസിനും ആൻസർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒരു സിമ്പിൾ മീനിങ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് എൻക്വയറി. ഒരു കാര്യം നമ്മൾ അന്വേഷിക്കുന്നു, അത് എങ്ങനെയെങ്കിലുമല്ല, സിസ്റ്റമാറ്റിക് ആയിട്ടും ആ ഒരു അന്വേഷണത്തിന് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള മെത്തേഡ്സുകൾ ഉപയോഗിച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. എന്താണ് നമ്മളവിടെ അന്വേഷിക്കുന്നത്? നമ്മുടെ മുന്നിൽ വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ നമുക്ക് മുന്നിലുണ്ടാകുന്ന ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ്, അവയ്ക്ക് പ്രശ്നപരിഹാരവും ക്വസ്റ്റ്യന് ആൻസറും നമ്മൾ കണ്ടെത്തുന്നു ത്രൂ റിസർച്ച്. The ultimate goal of research is to develop, refine and expand a body of knowledge. എന്തൊക്കെ നമ്മൾ ചെയ്താലും നമ്മുടെ അവിടുത്തെ ഒരു ലക്ഷ്യം, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് നഴ്സിംഗിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് ഫീൽഡിലുള്ള റിസർച്ച് ആയാലും ആ ഫീൽഡിലുള്ള ബോഡി ഓഫ് നോളജ് ഡെവലപ്പ് ചെയ്യുക, റിഫൈൻ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, അറിവ് കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. റിസർച്ച് സ്ട്രൈവ്സ് ടു ഗാർണർ നോളജ് ആൻഡ് മേക്ക് ഡിസ്കവറീസ് ദാറ്റ് എയ്ഡ് അവർ ഡെയിലി ലൈഫ്സ്. റിസർച്ചിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം ദൈനംദിന ജീവിതത്തിലുള്ള ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മളവിടെ നടത്തുന്നു. Nurses are increasingly engaged in disciplined studies that benefit the profession and patients. ആരാണ് ഈ റിസർച്ച് ചെയ്യുന്നത്? നഴ്സിംഗ് റിസർച്ച് ആർ കണ്ടക്റ്റഡ് ബൈ നഴ്സസ് അല്ലേ? നഴ്സസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പേഷ്യൻസ്, നമ്മുടെ മുന്നിലുള്ള പേഷ്യൻസ്, നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ പേഷ്യൻസിനും നമ്മുടെ പ്രൊഫഷനും ബെനിഫിറ്റ് ആകുന്ന പല ഡിസിപ്ലിൻഡ് സ്റ്റഡീസിലും ആരാണ് ഇടപഴകുന്നത് അല്ലെങ്കിൽ എൻഗേജ്ഡ് ആകുന്നത്? നഴ്സസ് തന്നെയാണ്. സോ നഴ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് നഴ്സസ് ചെയ്യുമ്പോഴാണ് അതിന് നഴ്സിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. എന്താണ് നഴ്സിംഗ് റിസർച്ച്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് എൻക്വയറി
designed to develop knowledge about the issues of importance to nurses, including nursing practice, nursing education, nursing administration. ക്ലിനിക്കൽ ഫീൽഡിലുള്ള നഴ്സിംഗ് പ്രാക്ടീസിലും നമ്മുടെ നഴ്സിംഗ് എഡ്യൂക്കേഷനിലും നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ, അതിന് ഉത്തരം കണ്ടെത്തുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് എൻക്വയറി നടത്തുന്നു. അതിന് നഴ്സിംഗ് റിസർച്ച് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നി എന്തിനാണ് ഇത്രയും എക്സ്പ്ലനേഷൻ വേണം? കാരണം എന്താണ് നഴ്സിംഗ് റിസർച്ച് എന്ന് ഒരു ബേസിക് ഐഡിയ, നിങ്ങൾക്ക് തറവായിട്ടുള്ളൊരു ഐഡിയ, നമുക്കൊരു ബേസ്മെൻറ്റ് അവിടെ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ട് വരുന്ന ഓരോ സ്റ്റെപ്പും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ നൗ യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് മീൻ ബൈ റിസർച്ച്. റീസെർച്ച്, വീണ്ടും സെർച്ച് ചെയ്യുക. അത് നഴ്സിംഗ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നഴ്സസ് നഴ്സിംഗിലത്തേക്ക് വേണ്ടി റിസർച്ച് ചെയ്താൽ അതിന് നഴ്സിംഗ് റിസർച്ച് എന്ന് പറയുന്നു. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ്, നഴ്സിംഗ് റിസർച്ച് പ്രൊവൈഡ്സ് ദ സയൻറ്റിഫിക് ബേസിസ് ഫോർ ദ പ്രാക്ടീസസ് ഓഫ് ദ പ്രൊഫഷൻ. IM ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ 90 ഡിഗ്രി കൊടുക്കണം. IV ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ എത്ര ഡിഗ്രി കൊടുക്കണം? ഫൗളേഴ്സ് പൊസിഷന് എത്ര ആംഗിൾ കൊടുക്കണം? ഓറലി മെഡിസിൻസ് എന്തൊക്കെ കൊടുക്കണം? ക്യാപ്സ്യൂള് എന്താണ് നമ്മൾ ഓറലി കൊടുക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ചില ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ ചില മെഡിസിൻസ് ഇഞ്ചക്ഷൻസ് ആയിട്ട് കൊടുക്കുന്നില്ല, ഓറലി കൊടുക്കുന്നു? ചിലത് ഓറലി കൊടുക്കുന്നില്ല, ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നു. ഇതെല്ലാം ആരെങ്കിലും വെറുതെ അങ്ങ് തീരുമാനിച്ചതാണോ? ഇല്ല. ഇതെല്ലാം പല റിസർച്ചുകളിലൂടെ അത് പ്രാക്ടീസ് ചെയ്ത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് വിത്ത് എവിഡൻസ് നമ്മളവിടെ അംഗീകരിച്ചതാണ്. ആ സയൻറ്റിഫിക് ബേസിസ് ആണ് നമ്മുടെ പ്രൊഫഷൻ്റെ പ്രാക്ടീസിന് സഹായിക്കുന്നത്. സോ നഴ്സിംഗ് റിസർച്ച് പ്രൊവൈഡ്സ് സയൻറ്റിഫിക് ബേസിസ്, ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു അടിസ്ഥാനം നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷനിലും അതിൻ്റെ പ്രാക്ടീസിലും നഴ്സിംഗ് റിസർച്ച് തരുന്നുണ്ട്. It uses, what uses? Nursing research uses multiple diverse methodologies, philosophical and theoretical approaches to understand the patterns of newer acute and chronic morbidities, prevention or delayed onset of disease or disability, or slowing the progression thereof, finding the effective approaches to achieve and sustain optimal health and improvement of the clinical settings in which care is provided. ഇത് വായിച്ചപ്പോൾ നിങ്ങൾ അയ്യോ എന്തൊക്കെ പറഞ്ഞു എന്ന് തോന്നിക്കാണല്ലേ? ഒന്നുമില്ല. സയൻറ്റിഫിക് റിസർച്ച് അല്ലെങ്കിൽ നഴ്സിംഗ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷന് ഒരു സയൻറ്റിഫിക് ബേസിസ് നൽകുന്നു. ഈ നഴ്സിംഗ് റിസർച്ച് വെറുതെ അങ്ങൊരു ബേസിസ് തരികയല്ല, മൾട്ടിപ്പിൾ, ഒരുപാട് പലതരത്തിലുള്ള ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള പല മെത്തേഡ്സും ഫിലോസഫിക്കൽ അപ്രോച്ചസും തിയററ്റിക്കൽ ബേസും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പല ഡിസീസസ്, മോർബിഡിറ്റീസ് മീൻസ് ഡിസീസസ്, അക്യൂട്ട് ഡിസീസസ്, ക്രോണിക് ഡിസീസസ്, അവയൊക്കെ എങ്ങനെ നമുക്ക് തടയാം, പ്രിവെൻഷൻ എങ്ങനെ നമുക്ക് അതിൻ്റെ ഓൺസെറ്റ് ഡിലേ ചെയ്യിപ്പിക്കാം, അതിൻ്റെ ഡിസബിലിറ്റീസ് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിൻ്റെ പ്രോഗ്രഷൻ എന്തുകൊണ്ടാണ് സ്ലോ ആകുന്നത്, അല്ലെങ്കിൽ ഡിസീസസ് എങ്ങനെ സ്ലോ ആക്കിപ്പിക്കാം, എങ്ങനെ ഓരോ മനുഷ്യൻ്റെ ഹെൽത്ത് ഓപ്റ്റിമൽ ഹെൽത്താക്കി മാറ്റാം, ക്ലിനിക്കൽ സെറ്റിങ്സിന് ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെ കൊണ്ടുവരാം. ഇതിനെല്ലാം ഈ ഏരിയകളിലെല്ലാം മെയിൻ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ നഴ്സിംഗ് റിസർച്ച് സ്റ്റഡീസ് നടത്തുന്നത്. റീസെൻ്റ്ലി the main focus of the nursing research is on educational methods that best prepare nurses and nurse scientists, exploring efficacies of traditional as well as modern nursing care interventions and developing effective strategies of nursing management and leadership. So, അടുത്ത കാലത്ത് നമ്മുടെ ഈ ഒരു ക്ലിനിക്കൽ ഫീൽഡിൽ നിന്ന് മാറി, ക്ലിനിക്കൽ ഫീൽഡിൽ മാത്രമല്ല, പേഷ്യൻ്റ് കെയറിൽ മാത്രമല്ല നമ്മൾ നഴ്സിംഗ് റിസർച്ച് നടത്തുന്നത്, നഴ്സിംഗ് എഡ്യൂക്കേഷനിലും ഒരു നല്ല നഴ്സസിനെ എങ്ങനെ, ബെസ്റ്റ് പ്രിപ്പയർഡ് ആയിട്ടുള്ള നഴ്സസിനെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, എഡ്യൂക്കേഷണൽ മെത്തേഡ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, എങ്ങനെയാണ് ട്രഡീഷണൽ മെത്തേഡ്സും മോഡേൺ നഴ്സിംഗ് കെയറിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, അതിൻ്റെ എഫക്റ്റീവായിട്ടുള്ള നഴ്സിംഗ് മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചും നഴ്സിംഗ് റിസർച്ചുകൾ നടന്നിരുന്നു. അതിലോട്ടായിരുന്നു കൂടുതൽ ഫോക്കസ് നൽകിയത്. ദ പ്രസന്റ് ഇറ ഓഫ് കോംപ്ലക്സ് ഹെൽത്ത് പ്രോബ്ലംസ് മേക്ക് ഇന്റർഡിസിപ്ലിനറി റിസർച്ച്. പ്രസന്റ് ഇറ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലങ്ങളിൽ, പ്രസന്റ് ഇറ ഓഫ് കോംപ്ലക്സ് ഹെൽത്ത് പ്രോബ്ലംസ്, നമ്മുടെ ഈ ഒരു അടുത്ത കാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസീസസ്,
എക്സാമ്പിൾ നിപ്പ, കോവിഡ് ഇതുപോലെയുള്ള മാരകമായിട്ടുള്ള പല ഡിസീസസും നമ്മൾ സഫർ ചെയ്തു അല്ലെങ്കിൽ ഫേസ് ചെയ്തവരാണ്. സോ ഇതിനെല്ലാം അന്ന് കോവിഡ് വന്നപ്പോൾ അല്ലെങ്കിൽ നിപ്പ വന്നപ്പോഴാണ് അതെങ്ങനെ നമുക്ക് തടയാം, എന്തുകൊണ്ടത് അതുണ്ടാകുന്നത്, അതിനെക്കുറിച്ച് റിസർച്ചുകൾ നടത്തി അത് തടയാനുള്ള വഴികൾ ഇന്ന് നമ്മൾ വാക്സിൻ്റെ രൂപത്തിൽ കണ്ടുപിടിച്ചു. ഇതെല്ലാം സാധ്യമായത് നഴ്സിംഗ് റിസർച്ചിൽ കൂടെയാണ്. The expansion of new knowledge is required for growing profession like nursing. അതുകൊണ്ടാണ് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന പ്രൊഫഷൻ അല്ലെങ്കിൽ നഴ്സിംഗ് പോലുള്ള വളർച്ചയുള്ള പ്രൊഫഷന് എപ്പോഴും അതിൻ്റെ അറിവ്, നോളജ് പുതിയതായിക്കൊണ്ടേ ഇരിക്കണം. അതിൽ പുതുമ എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കണം. ആ പുതുമ എങ്ങനെ ഉണ്ടാകും? നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കണം. ഇറ്റ് ക്യാൻ ബി ഡൺ ത്രൂ റിസർച്ച്. ഇതെല്ലാം നടക്കണമെങ്കിൽ എന്തു വേണം? റിസർച്ച് വേണം. നമ്മൾ അന്വേഷിക്കണം. വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് അത് ഫൈനലൈസ് ചെയ്ത് കണ്ടെത്തി അവിടെ അംഗീകരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ നഴ്സിംഗ് നോളജ് അപ്ഡേറ്റഡ് ആകത്തുള്ളൂ. ഓക്കെ, നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ 4 വർഷം മാത്രം പഠിക്കുന്ന ഒരു കോഴ്സല്ല. ഡേ ബൈ ഡേ ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ അറിവ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത്രയും ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ്. സോ നൗ യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് മീൻ ബൈ നഴ്സിംഗ് റിസർച്ച് ആൻഡ് വൈ വി ഹാവ് ടു ഡു നഴ്സിംഗ് റിസർച്ച്. എന്തിനാണ് റിസർച്ച് നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷനിൽ വേണ്ടത്? നമ്മുടെ നഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ വളർന്നുകൊണ്ടേയിരിക്കണം. വളരണമെങ്കിൽ പുതിയ അറിവുകൾ അവിടെ ആഡ് ചെയ്യപ്പെടണം. പുതിയ അറിവുകൾ അവിടെ ആഡ് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ റിസർച്ച് നടക്കണം. നെക്സ്റ്റ്, എങ്ങനെയാണ് നമ്മുടെ അറിവ് ആഡ് ചെയ്യുക? ഇപ്പോൾ പറഞ്ഞു പ്രൊഫഷൻ വലുതാകണമെങ്കിൽ നഴ്സിംഗിൽ പുതിയ അറിവുകൾ വരണമെന്ന്. എങ്ങനെയായിരിക്കും നമ്മൾ പുതിയ അറിവ് ആഡ് ചെയ്യുക? സോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് അക്വയറിങ് നോളജ് ഇൻ നഴ്സിംഗ്. നഴ്സിംഗിൽ പുതിയ പുതിയ മെത്തേഡ്, അറിവുകൾ നേടാനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്? സോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഈ മെത്തേഡ് ഓഫ് അക്വയറിങ് നോളജ് ഇൻ നഴ്സിംഗ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. റെയർ ആണ്, എന്നാൽ പോലും മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈസി ആകത്തുള്ളൂ. മെത്തേഡ്സ് ഓഫ് അക്വയറിങ് നോളജ് ഇൻ നഴ്സിംഗ്. ഏതൊക്കെ രീതികളിൽ നമുക്ക് നഴ്സിംഗിൻ്റെ നോളജ് കൂട്ടാം? A well-defined and reliable body of knowledge is a foundation for any profession. ഏതൊരു പ്രൊഫഷനും, മെഡിസിൻ ആയിക്കോട്ടെ, നഴ്സിംഗ് ആയിക്കോട്ടെ, എൻജിനീയറിംഗ് ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, ഏതൊരു പ്രൊഫഷനായാലും കൃത്യമായിട്ടുള്ള, വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള, ആക്യുറേറ്റ് ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് നോളജ് നമുക്കവിടെ വേണം. ഇതാണ് നമ്മുടെ ആ പ്രൊഫഷൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നഴ്സിംഗിന് മാത്രമല്ല, എല്ലാ പ്രൊഫഷനും. ദിസ് മോസ്റ്റ് സോട്ട് ആഫ്റ്റർ നോളജ് ക്യാൻ ബി അക്വയർഡ് ഫ്രം ഹൈലി സ്ട്രക്ചേർഡ് ആസ് വെൽ ആസ് ലൂസ്ലി അറേഞ്ച്ഡ് പ്രോസസ്സസ് ഓർ മെത്തേഡ്സ്. ആ അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ഹൈലി സ്ട്രക്ചേർഡും ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള പല തരത്തിലുള്ള മെത്തേഡുകൾ നടപ്പിലാക്കാൻ പറ്റുന്ന, യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന പല പ്രോസസ്സുകളിലൂടെയും പല മെത്തേഡുകളിലൂടെയും നമുക്ക് ഈ അറിവ് നേടിയെടുക്കാൻ പറ്റും. ട്രഡീഷണലി ലൂസ്ലി അറേഞ്ച്ഡ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു ഡെവലപ്പ് നോളജ് സച്ച് ആസ് ഇൻഹെറിറ്റഡ് ട്രഡീഷൻസ്, അതോറിറ്റി, എക്സ്പീരിയൻസ്, ഇൻഡ്യൂഷൻ ആൻഡ് ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ്. പാരമ്പര്യമായിട്ട് പണ്ടുകാലം മുതലേ സാധാരണ നമ്മൾ യൂസ് ചെയ്ത് വന്നിരുന്ന മെത്തേഡുകൾ ഏതൊക്കെയായിരുന്നു? ഒന്ന്, ഇൻഹെറിറ്റഡ് ട്രഡീഷൻ, ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലോട്ട് കൈമാറിക്കൊടുത്ത പാരമ്പര്യം, അതൊരു നമ്മുടെ നോളജ് കിട്ടുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. അതോറിറ്റീസ്, ഹയർ എക്സ്പേർട്സ്, എക്സ്പീരിയൻസ്, നമ്മുടെ അറിവ്, അനുഭവങ്ങൾ, ഇൻഡ്യൂഷൻസ്, ട്രയൽ ആൻഡ് പരിശ്രമങ്ങൾ. ഇവയിലൂടെ എല്ലാം നമുക്ക് പാരമ്പര്യമായിട്ട് ഈ പല മെത്തേഡുകളിലൂടെ നമുക്ക് അറിവ് കൂട്ടാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന്, however, with the increased complexity in development, researchers discovered more structured method for generation of new knowledge. കാലം വളരുന്നതിനൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള പുതിയ പുതിയ മെത്തേഡുകൾ കണ്ടുപിടിച്ചു. കാലം കൂടുതൽ കോംപ്ലക്സിലോട്ട് പോയപ്പോൾ, ഡെവലപ്മെൻറ്റ് കൂടുതൽ കോംപ്ലക്സിലോട്ട് പോയപ്പോൾ നമ്മുടെ റിസർച്ചേഴ്സ് പുതിയ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. പുതിയ മോർ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെത്തേഡുകൾ ഇന്നത്തെ ജനറേഷന് വേണ്ടിയിട്ട് അറിവ് നേടാൻ കണ്ടുപിടിച്ചു. അവ ഏതൊക്കെയാണെന്നും കൂടെ നോക്കാം. നഴ്സിംഗ് പ്രൊഫഷണൽസ് ലാർജ്ലി ബിലീവ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് നോളജ് ഫ്രം ഹൈലി സ്ട്രക്ചേർഡ് മെത്തേഡ്സ് സച്ച് ആസ് ലോജിക്കൽ റീസണിങ്, പ്രോബ്ലം സോൾവിങ്, സയൻറ്റിഫിക് മെത്തേഡ്സ്
ഓർ സയൻറ്റിഫിക് റിസർച്ച്, ഇവയും നമ്മുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചു. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ അക്വയറിങ് നോളജ് ഇൻ നഴ്സിംഗ്. പാരമ്പര്യമായിട്ട് കുറേ മെത്തേഡുകൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇന്നത്തെ റിസർച്ചേഴ്സ് കണ്ടുപിടിച്ച കുറേ മെത്തേഡുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. ഈ എല്ലാ മെത്തേഡുകളും പുതുത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് പഴയതൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. എല്ലാ രീതികളും നമ്മളിന്ന് അറിവ് നേടാൻ ഉപയോഗിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? പ്രോബ്ലം സോൾവിംഗ് പ്രോസസ് ഈസ് എ primitive way of generating new knowledge as compared to scientific research. ഇന്ന് പ്രശ്ന പരിഹാരങ്ങളാണ്. ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ കാണുന്നു, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നു. പ്രോബ്ലം സോൾവിങ്, പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ, പ്രോബ്ലം സോൾവിങ് പ്രോസസ്സാണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂ നോളജ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഫോമാണ് പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ്. നമ്മുടെ സയൻറ്റിഫിക് റിസർച്ച് വെച്ച് നോക്കുമ്പോൾ അത് വളരെ പ്രിമിറ്റീവാണ്. ഇൻഫോർമൽ മെത്തഡോളജീസ് ആർ യൂസ്ഡ് ഫോർ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, ഹൈപ്പോതിസിസ്, ഫോർമുലേഷൻ, ഒബ്സർവേഷൻ, അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ. ഇവിടെ നമ്മൾ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തുമ്പോൾ അതിനുവേണ്ടി പല ഫോർമൽ അല്ലാത്ത, നമ്മുടെ കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ അല്ലാത്ത ഇൻഫോർമൽ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ആ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ ഹൈപ്പോതിസിസ് ഫോർമുലേറ്റ് ചെയ്യാനും അതിനെ ഒബ്സർവ് ചെയ്യാനും അനാലിസിസ് നടത്തി അതിലൊരു കൺക്ലൂഷൻ എത്താനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. പ്രോബ്ലം സോൾവിങ് വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. റിസർച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം ഇൻഫോർമൽ ആയിട്ടുള്ള മെത്തേഡുകളാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കൺസിഡേർഡ് ടു ബി മോർ ഫോർമൽ, ഒഫീഷ്യലിയുള്ള, ഫോർമലായിട്ടുള്ള, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻറ്റൻസീവ് പ്രോസസ്സാണ്. റിസർച്ച് ഈസ് കൺസിഡേർഡ് ടു ബി more formal, scientific, systematic and intensive process for the process of developing or defining a professional body of knowledge. പ്രൊഫഷണൽ നോളജ് ഡെവലപ്പ് ചെയ്യുന്നതിനോ റിഫൈൻ ചെയ്യുന്നതിനോ അവർ ഏതെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമല്ല. റിസർച്ച് എന്ന് പറയുമ്പോൾ ഫോർമലായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻറ്റൻസീവ് പ്രോസസ്സിലൂടെ നമ്മൾ നടത്തുന്നു. Thus, the methods of acquiring the nursing knowledge may be classified under two broad category. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് മെത്തേഡ്സ് ഓഫ് അക്വയറിങ് നോളജ് ഇൻ നഴ്സിംഗ് ആണ്. ഏതൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞു. പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന കുറേ മെത്തേഡുകൾ പറഞ്ഞു, ഇൻഫോർമൽ ആയിട്ടുള്ള മെത്തേഡുകൾ. ഇനി നമ്മൾ ലേറ്റർ നമ്മുടെ ഇപ്പോഴത്തെ കോംപ്ലക്സ് ഡെവലപ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന പുതിയ റിസർച്ചേഴ്സ് കണ്ടുപിടിച്ച പുതിയ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡുകളെ കുറിച്ച് പറഞ്ഞു. അവയെ മറ്റൊരു ക്ലാസിഫിക്കേഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി മെത്തേഡ്സ് ഓഫ് അക്വയറിങ് നഴ്സിംഗ് നോളജിനെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു. എന്തൊക്കെയാണത്? First one is unstructured methods. Second one is structured methods. So, methods of acquiring knowledge in nursing can be divided into 2 broad categories. First one is unstructured methods and second one is structured methods. Okay, ഇനി നമുക്ക് അതിൻ്റെ ഡിവിഷനിലോട്ട് പോകാം. ഇവിടെ സപ്പോസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാർട്ടോടെ വരയ്ക്കാവുന്നതാണ്. Methods of acquiring knowledge mainly divided into 2 types. What are they? Unstructured and structured. Unstructured എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരുന്നു? നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. ട്രഡീഷൻ, അതോറിറ്റി, ഇൻഡ്യൂഷൻ, എക്സ്പീരിയൻസ്, ട്രയൽ ആൻഡ് ഇറർ. ഇൻഫോർമൽ ആയിട്ടുള്ള മെത്തേഡ്സുകളാണ്. പാരമ്പര്യമായിട്ട് കിട്ടുന്നതും അനുഭവത്തിലൂടെ കിട്ടുന്നതും എക്സ്പേർട്ടുകൾ പറഞ്ഞു തരുന്നതും പരീക്ഷിച്ച് നമ്മൾ കണ്ടെത്തുന്നതുമായിട്ടുള്ള പല മെത്തേഡ്സുകൾ. എന്നാൽ സ്ട്രക്ചേർഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പല മെത്തേഡുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അവ ഏതൊക്കെ? ഇൻഡക്റ്റീവ് റീസണിങ്, ഡിഡക്റ്റീവ് റീസണിങ്, അസംബിൾഡ് ഇൻഫർമേഷൻ, പ്രോബ്ലം സോൾവിങ്, സയൻറ്റിഫിക് മെത്തേഡ്സ് ഓർ റിസർച്ച്. സോ ദീസ് ആർ ഓൾ സ്ട്രക്ചേർഡ് മെത്തേഡ്സ്. ഇവ ഓരോന്നും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം നമുക്ക് അൺസ്ട്രക്ചേർഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അൺസ്ട്രക്ചേർഡ് മെത്തേഡിൽ ആദ്യം പറയാൻ പോകുന്നത് ട്രഡീഷനാണ്. ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരമ്പര്യം. അതായത് നമ്മൾ അപ്പൂപ്പനൊക്കെ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ടോ ഓറലിയോ ഒക്കെ അടുത്ത തലമുറയ്ക്ക് കൈമാറി. അത് അവിടെ നിന്ന് അടുത്ത തലമുറയ്ക്ക് കൈമാറി അവസാനം നമ്മളിൽ ഇപ്പോൾ വന്നെത്തി നിൽക്കുകയാണ്. എനിക്ക് കിട്ടിയ അറിവ് അടുത്ത തലമുറയായിട്ടുള്ള നിങ്ങൾക്ക് കൈമാറുന്നു, നിങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നു. ഇതാണ് പാരമ്പര്യം അല്ലെങ്കിൽ ട്രഡീഷനിൽ കിട്ടുന്നത്. The bulk of knowledge has been accumulated over centuries
ആൻഡ് പാസ് ഡൗൺ ഫ്രം വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ ത്രൂ വേരിയസ് മീഡിയാസ്. പക്ഷെ നമ്മൾ ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അതങ്ങനെ വെറുതെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ജനറേഷനിൽ നമുക്ക് അതിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ട്. അത് വളരെ ചെറിയൊരു എമൗണ്ട് നോളജ് അല്ല, ഇറ്റ്സ് എ ബൾക്ക് ഓഫ് നോളജ്. ഒരുപാട് അനുഭവങ്ങളും അറിവുകളും ഒക്കെ അവിടെ നമുക്ക് പകർന്ന് തന്നിട്ടുണ്ട് പഴയ തലമുറ. ഇത് ഓരോ വർഷങ്ങളും ഒരുപാട് സെഞ്ചുറീസ് 100 വർഷങ്ങൾ കണ്ട് അവിടെ അക്യുമുലേറ്റ് ചെയ്ത എല്ലാ അറിവുകളും ഓരോ ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലോട്ട് പല മീഡിയത്തിലൂടെ വേരിയസ് മീഡിയയിലൂടെ പകർന്നു കൊടുക്കുന്നു. ട്രഡീഷണൽ നഴ്സിംഗ് നോളജ് ഈസ് ലേൺഡ് മെയിൻലി ഫ്രം ബുക്സ്. ഈ ഒരു പാരമ്പര്യമായിട്ടുള്ള അറിവ് നമ്മൾ ഇന്ന് എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്? പഴയ ബുക്കുകൾ, പഴയ ഗ്രന്ഥങ്ങൾ, ജേണൽസ്, പിന്നെ ബൈ വേർഡ് ഓഫ് മൗത്ത്. അച്ഛനും അമ്മയും നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ അല്ലേ? നഴ്സിംഗിൻ്റെ മാത്രമല്ല, പല കാര്യങ്ങളും നമുക്ക് അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് ഓറലി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇതിലൂടെയും നമ്മൾ പഠിക്കുന്നുണ്ട്. ട്രഡീഷണൽ നോളജ് എന്ന് പറഞ്ഞാൽ ബുക്കുകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു, ജേണൽസിൽ നിന്ന് പഠിക്കുന്നു, ബൈ വേർഡ് ഓഫ് മൗത്ത് വഴി നമ്മൾ പഠിക്കുന്നു. ഇത് കൂടാതെ മറ്റുള്ള വസ്തുക്കൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് ആൻഡ് ബൈ ഒബ്സർവിങ് ദ പ്രാക്ടീസസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ശീലങ്ങൾ, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തും പഠിക്കുന്നു. ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് പോകുമ്പോൾ എനിക്ക് ICUവിലാണ് അവിടെ പോസ്റ്റിംഗ് തന്നത്. എന്നോട് പറയുകയാണ് ഈ ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യണം. ഐ നെവർ വർക്ക്ഡ് ഇൻ ICU മീൻസ് ഹൗ ഐ വിൽ വർക്ക്? ഐ വിൽ ഒബ്സർവ് മൈ സീനിയേഴ്സ്. എൻ്റെ സീനിയേഴ്സ് എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തായിരിക്കും ഞാൻ അടുത്ത് ചെയ്യുന്നത്. സോ ദാറ്റ് ഓൾസോ വൺ മെത്തേഡ് ഓഫ് ഗെറ്റിംഗ് നോളജ് ബൈ ട്രഡീഷൻ അല്ലേ? അപ്പോൾ ട്രഡീഷണൽ നോളജ് നമുക്ക് കിട്ടുന്നത് ബുക്കുകളിലൂടെ കിട്ടും, ജേർണൽസിലൂടെ കിട്ടും, സംസാരത്തിലൂടെ വേർഡ് ഓഫ് മൗത്ത് വഴിയും കിട്ടും. പിന്നെ ഇത് കൂടാതെ നമ്മൾ മറ്റുള്ളവരുടെ പ്രാക്ടീസസ് ഒബ്സർവ് ചെയ്യുന്നു, അതുവഴിയും കിട്ടും. മച്ച് ട്രഡീഷണൽ പ്രാക്ടീസ് ടേക്സ് ദ ഫോം ഓഫ് റിച്വൽ. നമ്മളൊരു എന്താ പറയുക, ഒരു ശീലം, ഒരു രീതി, നമ്മളൊരു ക്രമം, ഒരു ദൈനംദിന ഒരു ക്രമമായിട്ട് മാറുന്നു ചില പ്രാക്ടീസസ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില ഹോസ്പിറ്റൽസിൽ ഒരു കൃത്യനിഷ്ഠയായിട്ട് ഹാൻഡ് വാഷിംഗ് വരും. എക്സാമ്പിൾ പറയാം, ഇറ്റ് മേ ബി എ ട്രഡീഷൻ ഇൻ സം ഹോസ്പിറ്റൽ ദാറ്റ് ആഫ്റ്റർ പേഷ്യൻസ് ആർ വാഷ്ഡ് talcum powder is dusted over their body. This ritual is performed consistently with a little thought to be rational behind it. Traditions are important not only in passing down the knowledge but also in giving groups in society a sense of identity, belonging and pride. ചില ഹോസ്പിറ്റൽസിൽ ഇന്നത് ഒരുപാട് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. എന്നാൽ പോലും നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഹോസ്പിറ്റൽസ് ബെഡ് പേഷ്യൻസിന് ഇവിടെ ബാത്ത് കൊടുക്കണം. ബാത്ത് കൊടുക്കുന്ന നഴ്സസും നഴ്സിംഗ് അസിസ്റ്റൻസും ചേർന്ന് തന്നെയാണ്. ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം നമ്മൾ? അത് കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് പണ്ടുള്ള ആൾക്കാർ ചെയ്തിരുന്ന വാഷ് ചെയ്ത് അതിനുശേഷം ടാൽക്കം പൗഡർ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ടും സ്കിന്നൊന്നും ബ്രേക്ക് ഡൗൺ ആകാതിരിക്കാൻ വേണ്ടി ടാൽക്കം പൗഡർ നമ്മൾ ബോഡിയിൽ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് നമ്മൾ ശരീരത്തിൽ സ്പ്രെഡ് ചെയ്ത് വിടും. സോ അതിങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് തലമുറ കൈമാറി ആളുകൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പാരമ്പര്യമായിട്ടുള്ള അറിവുകൾ നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്കത് കുറെ കൂടെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ത്രൂ സോഷ്യലൈസേഷൻ we learn the culture of those who have gone before us. നമ്മൾ ഈ ഒരു സോഷ്യലൈസേഷൻ, നമ്മൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുന്നു, സീനിയേഴ്സുമായിട്ട് സംസാരിക്കുന്നു, അവർ ചെയ്യുന്ന ഒബ്സർവ് ചെയ്യുന്നു, ഇതൊക്കെയാണ് സോഷ്യലൈസേഷനിൽ വരുന്നത് അല്ലേ? അതിലൂടെ നമ്മൾ പണ്ട് കാലത്തിൽ നമുക്ക് മുന്നേ ഉള്ള ആൾക്കാർ എന്ത് ചെയ്തിരുന്നു, എന്താണ് നമ്മുടെ വർക്കിംഗ് കൾച്ചർ എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നു. സിമിലർലി traditional nursing knowledge and practices are learned by novice nurses through the process of socialization in nursing college, nursing universities and clinical area. നമ്മൾ പഠിക്കുന്ന കോളേജസ്, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ടീച്ചേഴ്സ്, യൂണിവേഴ്സിറ്റി, നമ്മുടെ ക്ലിനിക്കൽ ഏരിയ, ഇവയിലെല്ലാ തരത്തിൽ നിന്നും നമ്മുടെ ട്രഡീഷണൽ നോളജ് നേടുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉപയോഗകരമാവുകയും നമുക്ക് പുതിയ അറിവുകൾ ലഭിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ് ഓഫ് അൺസ്ട്രക്ചേർഡ് മെത്തേഡ്സ് ഓഫ് അക്വയറിംഗ് നോളജിൻ്റെ അൺസ്ട്രക്ചേർഡ് മെത്തേഡ്സിലെ ആദ്യത്തെ മെത്തേഡാണ് ട്രഡീഷൻ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാരമ്പര്യമായിട്ട് നമുക്ക്
കിട്ടുന്ന അറിവ്, തലമുറ കൈമാറി നമുക്ക് കിട്ടുന്ന അറിവ്. ഇത് നമുക്ക് എങ്ങനെ കിട്ടും? ബുക്സ് വഴി കിട്ടും, ജേർണൽസ് വഴി കിട്ടും, വേർഡ് ബൈ മൗത്ത് വഴി കിട്ടും, പിന്നെ നമ്മൾ മറ്റുള്ളവർ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ കൂടെ നമുക്ക് കിട്ടും, നമ്മുടെ റിച്വൽസിലൂടെ കിട്ടും, വർക്കിംഗ് കൾച്ചറിലൂടെ കിട്ടും, സോഷ്യലൈസേഷനിലൂടെ ലഭിക്കും. ഓക്കെ. ഇനി രണ്ടാമത് അതോറിറ്റി. എന്താണ് അതോറിറ്റി പറയുന്നത്? ഇൻ അവർ കോംപ്ലക്സ് സൊസൈറ്റി there are authorities. What is mean by authority? Who is authority? Authority means people with a specialized expertise in every field. ഒരു മേഖലയിൽ അത്രയും എക്സ്പെർട്ടായിട്ടുള്ള, അറിവുള്ള, സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ആ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന അറിവ്, അതും നമുക്ക് നമ്മുടെ പുതിയ അറിവ് നമുക്ക് നേടിയെടുക്കുന്നതിനും നമ്മുടെ ബോഡി ഓഫ് നോളജ് ഇംപ്രൂവ് ചെയ്യുന്നതിനും സഹായിക്കും. വി ആർ കോൺസ്റ്റന്റ്ലി ഫേസ്ഡ് വിത്ത് മേക്കിംഗ് ഡിസിഷൻസ് അബൌട്ട് മാറ്റേഴ്സ് വിത്ത് വിച്ച് വി ഹാവ് നോ ഡയറക്റ്റ് എക്സ്പീരിയൻസ്. Therefore, it seems natural to place our trust in the judgment of people who are authoritative on an issue by virtue of specialized training or experience. അതായത് ഞാൻ ആദ്യമായിട്ട് നഴ്സിംഗ് പഠിച്ചിറങ്ങി ആദ്യമായിട്ട് ഒരു കാർഡിയാക് ഐസിയുലാണ് ഞാൻ വർക്ക് ചെയ്തത്. കാർഡിയാക് ഐസിയുൽ ഞാൻ അന്ന് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് അന്ന് വരെ ഞാൻ കാർഡിയാക് ഐസിയു കണ്ടിട്ട് പോലുമില്ല. ആദ്യമായിട്ട് എൻ്റെ മുന്നിൽ ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞിട്ടുള്ള വെന്റിലേറ്റർ പേഷ്യൻ്റ് എനിക്ക് തന്നപ്പോൾ എനിക്ക് അന്ന് ഒന്നും അറിയത്തില്ലായിരുന്നു. അന്ന് ഞാൻ ചെയ്തത് അവിടുത്തെ അതോറിറ്റീസ്, അതായത് അവിടുത്തെ സ്പെഷ്യലൈസ്ഡ് എക്സ്പേർട്ട്, അവരോടുകൂടെ ഞാൻ ഡിസ്കസ് ചെയ്ത് അവരുടെ ട്രെയിനിങ്ങും അവരുടെ എക്സ്പീരിയൻസും യൂസ് ചെയ്താണ് ഞാൻ അന്ന് വർക്ക് ചെയ്തത്. അവരുടെ ആ എക്സ്പീരിയൻസും അവരുടെ ഗൈഡൻസും എനിക്ക് ഒരുപാട് അറിവ് പകർന്നു തന്നു. ഐ ബിലീവ് ദം. ഞാൻ അവരെ കാരണം അവർ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. സോ അവരുടെ അറിവിൽ ഞാൻ വിശ്വസിച്ച് അവർ പറഞ്ഞ രീതിക്ക് ഞാൻ വർക്ക് ചെയ്തു. അങ്ങനെയാണ് അന്ന് എനിക്ക് പുതിയ അറിവുകൾ ലഭിച്ചത്. ഇതാണ് രണ്ടാമത്തെ സെക്ഷൻ, അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ്, അതോറിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ മെത്തേഡ്, വാട്ട് ഈസ് മീൻ ബൈ ഇൻറ്റ്യൂഷൻ. Intuition is considered as an important source of knowledge in nursing profession since past. However, the knowledge obtained from intuition, if through empathetic feeling without rational reasoning, thus it is also known as information obtained through sixth sense without conscious thinking. But in this, the rationalizing the information may not be obtained. In intuition, nurses know that there is something wrong but cannot explain what it is and why it is. Despite the recognition that intuition is an important tool in the human repertoire of knowing, concern has action without apparent reason. Even the strongest intuitions are sometimes proved false when put into an empirical test. Intuition എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് തോന്നും ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ആ പേഷ്യൻ്റ് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും എന്തോ സംതിങ് റോങ് വിത്ത് ദിസ് സിറ്റുവേഷൻ എന്ന്. നമുക്ക് നമ്മുടെ സിക്സ് സെൻസ് 6 സെൻസുകൾക്ക് പുറമേ, അല്ലെങ്കിൽ 5 സെൻസുകൾക്ക് പുറമേ പുതുതായിട്ടൊരു സെൻസ്, നമുക്കൊരു ബോധോദയമൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നില്ലേ, അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ് ഈ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതും നമുക്ക് പുതിയ അറിവുകൾ ഉണ്ടാക്കിത്തരും. എന്നാൽ അത് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു, അല്ലെങ്കിൽ ആര്, എന്ത്, എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് അവിടെ പറയാൻ പറ്റത്തില്ല. സ്റ്റിൽ നമ്മുടെ മനസ്സ് അവിടെ ഉറപ്പിച്ച് പറയും, ദിസ് ഈസ് നോട്ട് കറക്റ്റ്, ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ പല സാഹചര്യങ്ങളിലും ആ ഇൻറ്റ്യൂഷൻ തെറ്റാകാനും ചാൻസ് ഉണ്ട്. ഇനി അടുത്ത മെത്തേഡ് എന്താണ്? അൺസ്ട്രക്ചേർഡിൻ്റെ അടുത്ത മെത്തേഡ് എക്സ്പീരിയൻസ്. Nurses and midwives base their practices in great part on their own experience and to a lesser extent the experience of others. അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ടാകും. അവിടെ നമുക്ക് കിട്ടിയ സിറ്റുവേഷൻ, നമ്മൾ നേരിട്ട കാര്യങ്ങൾ, ഇത് നമുക്ക് പല അറിവുകളും തന്നിട്ടുണ്ടാകും. അതായത് ഇന്ന കണ്ടീഷനുള്ള പനി, ഭയങ്കരമായിട്ട് ഫീവറുള്ള പേഷ്യൻസിന് അത് കൊടുക്കാൻ പാടില്ല, ഇത് കൊടുക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വൊമിറ്റിംഗ് ഉണ്ടാകും, ആസ്പിറേഷൻ ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ത്രൂ അവർ എക്സ്പീരിയൻസ്. നമ്മുടെ അനുഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതുകൂടാതെ മറ്റുള്ളവരും, നമ്മുടെ കോവർക്കേഴ്സ്, നമ്മുടെ കൂടെയുള്ളവരുടെ അനുഭവങ്ങളും നമ്മളെ അത്
പുതിയ പുതിയ അറിവുകൾ നേടാൻ സഹായിക്കും. സോ ഇതും ഒരു മെത്തേഡ് ഓഫ് അക്വയറിംഗ് നോളജ് തന്നെയാണ്. എക്സ്പീരിയൻസ് ഈസ് എ യൂസ്ഫുൾ വേ ഓഫ് ഗെയിനിങ് നോളജ്. നമ്മുടെ അനുഭവങ്ങളാണ് എപ്പോഴും കൂടുതൽ അറിവ് നമുക്ക് തരുന്നത്. There is a wealth of untapped knowledge embedded in the practice and know-how of expert nurses and clinicians. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള നഴ്സസ്, എക്സ്പേർട്ട് ആയിട്ടുള്ള ക്ലിനീഷ്യൻസ് ഒക്കെ എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത്, അനുഭവങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ അനുഭവങ്ങൾ നമുക്ക് കൂടുതൽ അറിവ് നൽകുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ റെക്കോൺ ദാറ്റ് വാട്ട് വി ലേൺ ബൈ എക്സ്പീരിയൻസ് ഈസ് മോർ എൻഡ്യൂറിങ് ദാൻ വാട്ട് വി ആർ ടോട്ട്. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണം നിങ്ങളുടെ അനുഭവത്തിൽ, ഞാനിപ്പോൾ പറയുകയാണ്, അതായത് റൈൽസ് ട്യൂബ് ഇല്ലാത്ത ഒരു പേഷ്യൻസിന് അല്ലെങ്കിൽ ഇൻറ്റുബേറ്റ് ചെയ്ത പേഷ്യൻസിന് പെട്ടെന്ന് അവിടെ ആസ്പിറേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ അവിടെ ഡിസ്ലൊക്കേഷൻ സംഭവിക്കാം എന്ന് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങളത് തിയറട്ടിക്കലി മാത്രമേ എടുക്കത്തുള്ളൂ. ബട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതുപോലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു അനുഭവം നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, in training depression, a nurse may use 1 or 2 approaches. Although the experience obtained is invaluable, she will be unfamiliar with the other treatment and many other be reluctant to try them, may reject them outhand. Nurses are not alone in relying on their experience. Even other professionals to have benefit of that. Experience is therefore an important source of knowledge, but relying solely on it and overhanging its importance can be detrimental to nursing practices. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ഓരോ സിറ്റുവേഷൻ നമ്മൾ ബുക്കുകളിൽ വായിക്കുന്നതോ പഠിപ്പിച്ചു തന്നതോ പഠിച്ചതോ ആയിട്ടുള്ള അറിവിനേക്കാളും എത്രയോ മടങ്ങ് ഗുണമാണ് നമ്മുടെ നേരിട്ടുള്ള അനുഭവങ്ങളും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസസ്. So this is also giving additional knowledge. Next one, last method of unstructured method, that is trial and error. Trial and error is the most common approach of gaining the knowledge. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ. ഇവിടെ ഓൾട്ടർനേറ്റീവ്സ് ആർ ട്രൈഡ്. നമുക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള 2-3 സൊല്യൂഷൻ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും ട്രൈ ചെയ്ത് നോക്കും. ഒന്ന് ട്രൈ ചെയ്യുന്നു, തെറ്റാവുന്നു, ഇററാകുന്നു, സോ നമ്മളത് മാറ്റുന്നു. അടുത്തത് ട്രൈ ചെയ്യുന്നു, അത് ഇററാകുന്നു, അത് മാറ്റുന്നു. അടുത്തത് ട്രൈ ചെയ്യുന്നു, അത് ഇററാകും. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു ബെസ്റ്റ് സൊല്യൂഷനിലോട്ട് എത്തുകയും നമുക്കവിടെ പുതിയ നോളജ് കിട്ടുകയും ചെയ്യും. സോ ട്രയൽ ആൻഡ് എറർ ഈസ് ദ മോസ്റ്റ് കോമൺ അപ്രോച്ച് ഓഫ് ഗെയിനിങ് നോളജ്. ഇൻ ദിസ് അപ്രോച്ച് alternatives are tried successively until a solution to the problem is found. പല സൊല്യൂഷൻ നമ്മൾ നോക്കുമ്പോഴും അത് കറക്റ്റ് ആകത്തില്ല. സ്റ്റിൽ അവസാനം നമുക്കൊരു സൊല്യൂഷൻ നമുക്കവിടെ കിട്ടും, നമ്മളത് ഫിക്സ് ചെയ്യുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, എ ന്യൂ നേഴ്സ് ഈസ് നോട്ട് അവെയർ ഓഫ് ദ ഡിഫറെൻറ്റ് കീസ് യൂസ് ടു ചേഞ്ച് ദ ഹെഡ് ആൻഡ് എൻഡ് ഓഫ് പേഷ്യൻസ് ബെഡ് അപ്പ് ആൻഡ് ഡൗൺ. അതായത് ബെഡിൻ്റെ ഹെഡ് എൻഡും ഫുട്ട് എൻഡും റേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൻ്റെ കീകളുണ്ട്. ഇന്നത് ഓട്ടോമാറ്റിക്കലി ഉള്ള ബെഡുകളുണ്ട്, എന്നാൽ പോലും ചില ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോഴും കീസ് ഉപയോഗിച്ച് ലോക്ക് ആൻഡ് കീ ഉപയോഗിച്ചിട്ടുള്ള മെക്കാനിസം തന്നെയാണ്. സോ ആദ്യമായിട്ട് വന്ന നേഴ്സിന് അതറിയത്തില്ല. അപ്പോൾ അവരാദ്യം എന്ത് ചെയ്യും? പല കീകൾ അവിടെ ഉണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് യൂസ് ചെയ്ത് നോക്കും. പല ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്ത് അവസാനം അവർക്കത് മനസ്സിലാകും വിച്ച് ഈസ് കറക്റ്റ്, അല്ലെ, വിച്ച് ഈസ് കറക്റ്റ് സൊല്യൂഷൻ ഫോർ ദാറ്റ് ഇഷ്യൂ. സോ ദിസ് ഈസ് ഓൾസോ ഗിവിങ് അഡീഷണൽ നോളജ് ഫോർ ദ nursing. This is also one unstructured method. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇനിയും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ബാക്കിയുണ്ട്. നമ്മൾ മെത്തേഡ് ഓഫ് അക്വയറിംഗ് നോളജ് എന്ന് പറഞ്ഞാൽ 2 സെഷനായിട്ടുണ്ട്. അൺസ്ട്രക്ചേർഡും ഉണ്ട്, സ്ട്രക്ചേർഡും ഉണ്ട്. അതിൽ അൺസ്ട്രക്ചേർഡ് നമ്മളിവിടെ പഠിച്ചു തീർത്തു. ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ 2 മാർക്ക്, 5 മാർക്ക് ആൻഡ് 1 മാർക്ക്. അതുകൊണ്ട് ഇത്രയും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. വളരെ കുറച്ച് പോർഷൻസ് എടുത്തുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൻ്റെ നോട്ട്സും ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏത് രീതിയാണെന്നൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോഴ്സിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, അതിനുള്ള അവസരമുണ്ട്. ആദ്യമേ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം പോലെ സമയം കിട്ടും.
ലേറ്റായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ആകുമ്പോൾ സമയക്കുറവുണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കോഴ്സിന് ജോയിൻ ചെയ്തിട്ടായാലും ഇല്ലാതെ ആയാലും നന്നായിട്ട് പഠിക്കുക. ടൈം വേസ്റ്റ് ചെയ്യരുത്. ഈ ഒരു 7th സെം കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരു കംപ്ലീറ്റ് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആകുകയാണ്. അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ ഒരു സെം കൂടെ ഉണ്ട്. സ്റ്റിൽ ഇതോടുകൂടി നിങ്ങളുടെ തിയറട്ടിക്കൽ നോളജ് കംപ്ലീറ്റ്ലി തീരുകയാണ്. പിന്നെ നിങ്ങളൊരു നേഴ്സായിട്ട് നിങ്ങളെ വിശ്വസിച്ച് കുറേ പേഷ്യൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണ്. സോ ആ നേഴ്സസിന് അവിടെ അറ്റ്മോസ്റ്റ് കെയർ കൊടുക്കണമെങ്കിൽ അത്രത്തോളം അറിവ് നിങ്ങൾക്ക് വേണം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ജീവിതത്തിൽ നല്ലൊരു നേഴ്സായിട്ട് മാറണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.